ദുൽഹജിന്നമ്പിളി മാനത്ത് പൊന്നോളി പുഞ്ചിരി തൂകുന്നല്ലോ, ആഹാ പുഞ്ചിരി തൂകുന്നല്ലോ. പെരുന്നാളിൽ പൊലിമ നിറയുന്നല്ലോ, ആഹാ പൊലിമ നിറയുന്നല്ലോ. പൊന്നോളി പുഞ്ചിരി തൂകുന്നല്ലോ, ബിരിയാണിന്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വെള്ളം തിളച്ച് പാരീതിലാതെയും ഹജ്ജ് പെരുന്നാളിൽ പൊലിമ നിറയുന്നല്ലോ. ബിരിയാണി റെഡി ആവുന്നതൊക്കെ എത്ര ടൈം ആവും? നിറയുന്നല്ലോ. ഹാഫ് ആൻ അവറില്ല. ചൂട് ബിരിയാണി, ദമ്മ് ബിരിയാണി തന്നെ, ദമ്മ് ബിരിയാണി. ദുൽഹജിന്നമ്പിളി മാനത്ത് പൊന്നോളി പുഞ്ചിരി തൂകുന്നല്ലോ, ആഹാ പുഞ്ചിരി തൂകുന്നല്ലോ. പാരീതിലാതെയും ഹജ്ജ് പെരുന്നാളിൽ പൊലിമ നിറയുന്നല്ലോ, പൊലിമ നിറയുന്നല്ലോ. പൊന്നോളി പുഞ്ചിരി തൂകുന്നല്ലോ, ആഹാ പുഞ്ചിരി തൂകുന്നല്ലോ. പാരീതിലാതെയും ഹജ്ജ് പെരുന്നാളിൽ പൊലിമ നിറയുന്നല്ലോ, ആഹാ പൊലിമ നിറയുന്നല്ലോ. தயிர், தக்காளி, புதினா எல்லாம் கட் பண்ணுறேன். दो पानी में साफ करें. ബിരിയാണിക്കുള്ള ആട്ടിറച്ചി ഉള്ളി, मिर्ची लोड़ा, मिर्ची उड़ा, हरी मिर्च उड़ा, मिर्ची हरी मिर्च उड़ा बड़ा. മസാല, കുരുമുളക്, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് होगा. ഫുള്ള് വീഡിയോ നെരുപ്പ് പാല് ഈ നെയ്യ് ബിരിയാണി അമ്മ ആകട്ടെ രണ്ട് മിക്സ് പണിട്ട് മിക്സ് ആക്കി കണ്ടീഷൻ ബിരിയാണി ആവും. ബിരിയാണി എല്ലാവർക്കും തേവില്ലേ? പിന്നെ ഉള്ളി കുറച്ച് 10 മിനിറ്റില് നല്ല ഫുള്ള് ആവും. ജിഞ്ചർ ഗാർലിക് ഇട്ടാൽ കൂടെ ഇത് ഒരു 1/2 കിലോ ഇഞ്ചി ഉണ്ട്, ഒരു 300 ഗ്രാം ഇത് ഇടും, 1/2 കിലോ വെളുത്തുള്ളി, 300 ഗ്രാം ഇഞ്ചി അതെല്ലാം പോടാതില്ലേ? അപ്പത്താ വെരി വെരി ടേസ്റ്റ് ആവും. क्या टमाटा इसमें डालने के लिए? हाँ लेके जाओ. सुपर अच्छा बिरयानी बने हो.
ദോശ ഓ സൂപ്പറായില്ലേ റോസ്റ്റായി ಅವರು ಒಣಗೆ ഇത് അപ്പൊ ഇനി മല്ലി ഇടണം ആയില്ല നല്ല റെഡി ആവണം ഇറച്ചി മേലെ പോട്ടാൽ മണം കിടക്കാതെ ഈ ആയിലിനെ കുറച്ച് ഫ്രൈ ആക്കണം ആകൂലേ അപ്പോഴാണ് ബിരിയാണിന്റെ ടേസ്റ്റ് വരിക നല്ല കണ്ടീഷനായ ടേസ്റ്റ് വേണം കണ്ടീഷൻ ടേസ്റ്റ് വരണം ജിഞ്ചർ പേസ്റ്റ് പൊട്ട് ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിലുണ്ടോ പേസ്റ്റ് ഈ മട്ടൻ നല്ല പോട്ടിങ് നല്ല കളർ കിട്ടുന്നുണ്ട് അത് വരും അല്ലേ കുരുമുളക് പൊടി മട്ടൻ ഇവ മട്ടൻ പൊട്ടിട്ട് അപ്പൊ മട്ടൻ ആക്കിയതില് അപ്പൊ നല്ല മട്ടൻ ബിരിയാണി എത്ര കിലോ മട്ടൻ ഉണ്ട് മട്ടൻ 6 കിലോ മട്ടൻ ഉണ്ട് എല്ലാവർക്കും വേറെ തിന്നാ ഈ മട്ടൻ ഉണ്ടാക്കി ഈ മേലത്തിലെ ഉപ്പ് ഉണ്ടാക്കണം ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് മേലിടണം അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് ഇതെന്താ കുറച്ച് വെള്ളം പാകത്തിന് 10 നിമിഷം വേവറത്തേക്ക് എന്നിട്ട് തക്കാളി പോടും ഇറച്ചി പോവില്ല അണ്ടിപ്പരിപ്പ് അത് മേലെ പോടാ അല്ല ഇതിലിടോ മേലെ പോടും 6 കിലോ ബിരിയാണിക്ക് 1 കിലോ തൈര് അല്ലേ അപ്പൊ തൈരും അതിലാക്കി തൈരാക്കിയിട്ട് നല്ല ഇളക്കി കൊടുക്കണം അല്ലേ അപ്പോഴാ ഒന്നാമത് മിക്സ് ആവുള്ളൂ ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇടും അല്ലേ മാജിക്ക് മണിയണ്ണേന്റെ ഒരു മാജിക്ക് തീ പിടിച്ചിട്ട് ആള് ഭയങ്കരാണ് മസാല റെഡി ആവുന്നുണ്ട് അല്ലേ കുറച്ചൊക്കെ വേണുണ്ട് കണ്ടീഷനായിട്ട് അപ്പൊ ഇനി ടൊമാറ്റോ ഇടുന്നത് എത്ര കിലോ ടൊമാറ്റോ ഉണ്ടാവും 3/4 കെ ജി ടൊമാറ്റോ അത് മതി അല്ലേ നാരങ്ങയുടെ ചെറുനാരങ്ങ നീര് ഇത് ചെറിയ നാരങ്ങ 6 ഉണ്ട് ചെറിയത് പെരുസണ്ട 2 മതി അത് അതിൽ ഉക്കും അപ്പൊ ഇറച്ചി വേഗം വേവുമോ വേവൂല ഏകദേശം ആയോ കുറേ ആയില്ലേ 10 മിനിറ്റ് അല്ലേ ഇറച്ചിയാണ് അല്ലേ സൂപ്പർ ഇറച്ചിയാണ് ചൂടുവെള്ളം കുറച്ച് അതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ മസാല പാകത്തിനാവും അല്ലേ കുറച്ച്
കുറച്ച് നേരം മൂടിയേക്കണം അല്ലേ? ആ വന്നിട്ടില്ല, വേഗം വേണില്ല. എന്താ കംപ്ലൈന്റ് ആയി. ഇപ്പൊ നമ്മള് ഇപ്പൊ അരിന്റെ പോവും, അരി ഇടണം. അരി സ്ഥലത്തിലെ പോവും. അരിന്റെ ഇതാണ്. ജീരസഭ അരി. സൂപ്പർ അരിയാണ്. സൂപ്പറാ. ഇത് 180 രൂപ വയ്യും ഈ അരിക്ക്. അവിടെ ആരംസില് 140 രൂപ. ഇവിടെ ഡെലിവറി ഗിലിവറി എല്ലാം ചേർത്ത് 180 രൂപ കിട്ടും. അരി സൂപ്പർ അരിയാണ്. നല്ല ഇത് ബാസ്മതിന്റെ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. പത്ത് നിമിഷം. അരി നമ്മളെ സൂപ്പർ അരിയാണ്. നല്ല തിളച്ച മറിയുണ്ട്. അരിയാണ് ഇപ്പോൾ. പൊട്ടണ മതി. അരിയെല്ലാം ഫുൾ കംപ്ലീറ്റ് ക്ലോസ്. ഇനി അരി നല്ല വേവണം. വേവറതൊക്കെ എത്രയാവും ടൈം? ടൈമാ 9:45. 9:45. വെള്ളത്തിൽ അരിയിൽ ഉപ്പിടും അല്ലേ? കുറച്ച് മണമാകുന്നില്ല. തിളച്ച മറിയുണ്ട് അരി. വേവാറിയിക്കണം. എന്താ അത് എണ്ണ, അതിന്റെ മേലുള്ള നെയ്യ് എടുത്തിരിഞ്ഞ് ബിരിയാണിന്റെ മേലെ ഓടും. അപ്പൊ നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ പാലെന്തിനാ? ബിരിയാണിക്കാക്കും. ഇത് നെയ്യ് GRP. നന്ദിനി നെയ്യാ അല്ലേ? പാലിലാക്കും. ലെമൺ കളറാ? അപ്പൊ ചോറിനെല്ലാം കളർ ഉണ്ടാവും. എന്താ റെഡി ആയോ? ആവുന്നുണ്ട്. 10 നിമിഷം ആവും അല്ലേ? छः केजी चावल, 6 kg മട്ടൻ. അരി നല്ല തിളച്ച മുറയുണ്ട്. ബിരിയാണി ആവാറായി. റെഡിയാ? അപ്പൊ നീ അരി എടുക്കാനായില്ല? ഒക്കെ എന്ത് റെഡിയായി? ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്റ്റൈലാണല്ലേ? ഇത് നമ്മളെ സൂപ്പർ സ്റ്റാർ രജനി. അപ്പൊ നീ അത് മസാലയ്ക്കാണ് ഇടും, ബിരിയാണിന്റെ മസാലയ്ക്ക്.
வெங்காயம் போட்டுக்கிட்டு ஆ வெங்காயம் வேணா கலரு. அதான் போதும். மதி. ஆ பெருநாள் ஸ்பெஷல் എണ്ണ ആ ആ ഇറച്ചിന്ന് മട്ടൻ ഇറച്ചിന്ന് എടുത്ത് ആ ഉപ്പ് എണ്ണ ഇവിടെ പാല് 6 kg നെയ്യും പാലും മിക്സ് ചെയ്തതിന് മേലെ. അപ്പോൾ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് 10 നിമിഷത്തിനുള്ളിൽ എല്ലാം റെഡിയാവും. ഉപ്പ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ആ മേലെ അണ്ടിപ്പരിപ്പ് ഇനി ഇത് മുന്തിരി മേലെ ആ ദമ്മാക്കണം. മൂടി ഇനി മൂടിയിട്ട് ഇനി ദമ്മാക്കും. ആ അപ്പം ഇനി കണലെല്ലാം അതിൻ്റെ മേലെ കോരിയിട്ടിട്ട് ദമ്മാക്കും. ആ ഇതാണ് ദമ്മ് ബിരിയാണി. മണിയണ്ണൻ്റെ വെരി വെരി ടേസ്റ്റുള്ള ദമ്മ് ബിരിയാണി പെരുന്നാൾ സ്പെഷ്യലാണ്. ഒരു വട്ടം തിന്നാൽ വീണ്ടും വീണ്ടും ആ ബിരിയാണിക്ക് ആശ വന്നിട്ടായിരിക്കും. ആ അന്ത ബിരിയാണി ആ അപ്പോൾ ആ ഓക്കെ വേറെ മണിയണ്ണിൻ്റെ സ്പെഷ്യൽ ബിരിയാണി അപ്പോൾ ഏകദേശം 90% ആയിട്ടുണ്ട്. അല്ല ഇനി അത് ഇത് തുറക്കാൻ എത്ര ടൈമാവും? ഒരു 15 നിമിഷം ആയാൽ ദമ്മ് തുറക്കും. ആ അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വെച്ചാൽ ഇപ്പോൾ ബിരിയാണി നല്ല ദമ്മിലാണ് കിടക്കുന്നത്. ദമ്മാക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. നല്ല സൂപ്പർ ബിരിയാണി ആയിരിക്കും. ഒരു വട്ടം തിന്നാൽ വീണ്ടും വീണ്ടും അതേ ബിരിയാണി കഴിക്കുമ്പോൾ ചോദിച്ചിട്ടേ വരും. ആ ചോദിച്ചിട്ട് വരും. ആ എന്താ വെരി വെരി ടേസ്റ്റ് ആയിരിക്കും. ആ നെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടാണ്. ആ കയ്യിൽ പിടിച്ചിട്ടാണ് ദമ്മാക്കണാണ് നെരുപ്പ്. സൂപ്പർ ബിരിയാണി കഴിക്കണല്ലേ. നല്ല കഴിക്കണേ. ഈ ബിരിയാണിയിൽ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പം ഇങ്ങനെ ആ പോട്ട് എടുത്തിട്ട് അത് ലാസ്റ്റ് ഫൈനൽ ആ എങ്ങനെ പിടിക്കണം. ആവി വന്ദന ബിരിയാണി അയ്യോ മാമൂലി അരിയുന്നത് നോക്കാണ്. ഞാൻ മറ്റേ അരിയാന്ന് വിചാരിച്ചേ. ബിരിയാണി റെഡിയാണ്. സൂപ്പർ മണിയണ്ണൻ്റെ ബിരിയാണി കുഴപ്പമാണ്. എപ്പോഴാ ഓട്ടം പരവായില്ല. അത് പതിക്കാവില്ല. रखो हाँ रखो बिरयानी ബിരിയാണി കഴിക്കാനുള്ള റെഡിയിലാണ്. ഇനിയെന്താ ബിരിയാണി? ഇത് സസിനന്റെ ബിരിയാണി. സസിന ബിരിയാണി എന്റെ വർഷമില്ലല്ല അല്ലേ ഞാൻ എല്ലാ വർഷവും ബക്രീദ് വാ വാ വാ